ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹവർ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടാ. ഞാൻ കൽക്കി പോയി കണ്ടു. എന്റെ മോനെ, വേറെ ലെവല് വിഷയം പടായി. ഇതിന്റെ ഡയറക്ടർ പ്ലസ് റൈറ്റർ നാഗശ്വിൻ ബ്രോ, വാട്ട് എ വിഷൻ ബ്രോ. എന്തോന്ന് എടുത്തു വെച്ചേക്കുന്നു ബ്രോ. എന്റെ പൊന്നു, വേറെ ലെവല് പടമുണ്ട് ഇത്. എന്നുവെച്ചാ സംഭവം ഒരു മഹാഭാരതവും എന്തോന്ന് ഫ്യൂച്ചറും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് കേട്ടോ. മഹാഭാരതത്തിന്റെ ഒക്കെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകളൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അമ്പോ അത് കാണുമ്പം നമുക്ക് തോന്നിപ്പോ ഈ ഡയറക്ടർ ഈ മഹാഭാരതം ഒന്ന് എടുത്തുകൂടെ നമുക്ക് തോന്നിപ്പോ. അങ്ങനത്തെ ലെവൽ ഓഫ് ക്രിയേഷൻസ് ഈ മൂവിയിലാണ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കുക. ഇങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്ന് ഓരോ സീനുകൾ സംഭവങ്ങളാണ്. ഇതിങ്ങനെ ഇങ്ങനെ ആണ് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ആവുന്ന സമയത്ത് എന്റെ അടുത്തിരിക്കുന്നവരൊക്കെ എന്നെ നോക്കുന്നു. ഞാൻ സംഭവം ഇന്ന് പടം ഒറ്റയ്ക്കാണ് കാണാൻ പോയേട്ടാ. എന്ന് വെച്ചാൽ ചേട്ടനൊന്നും ഇല്ലായിരുന്നു. ചേട്ടന് കുറച്ച് കോളേജിൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഫ്രണ്ട്സും കൂടെ ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയാണ് പടം കണ്ടത്. എന്തോന്ന് പറയാനെന്ന് അറിഞ്ഞൂടാ. അമിതാഭ് ബച്ചൻ സാർ ഈ പ്രായത്തില് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ എന്തോന്ന് പറയാ, ആ അശ്വത്ഥാമ എന്നുള്ള ക്യാരക്ടർ മഹാഭാരതത്തിലുള്ള എപ്പിക് ക്യാരക്ടറാണ്. ഈ സിനിമ കാണുമ്പോൾ എന്തുമാത്രം ഒരു പവർഫുൾ ക്യാരക്ടർ ആയിരുന്നു നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റി. എന്റെ അമ്പോ, ഇതില് പ്രഭാസിന്റെയും ആ അമിതാഭ് ബച്ചൻ സാറിന്റെയൊക്കെ ഫൈറ്റ് സീക്വൻസ് വേറെ ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്ന സംഭവം സൂപ്പറാണ്ട്. പ്രഭാസ് കിടന്ന് മുഖയാണ് അമിതാഭ് ബച്ചൻ്റെ കൂടെ ഇതിൽ ഫൈറ്റ് ചെയ്യുക. അങ്ങനത്തെ സീക്വൻസ് ഒക്കെ ഇടയ്ക്ക് സൂപ്പ് നല്ല രസമാണ് കാണാൻ. ഇടയ്ക്ക് കുറച്ച് ഹ്യൂമർ സംഭവം. പ്രഭാസിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമർ ടൈപ്പ് ക്യാരക്ടറൊക്കെയാണ് കേട്ടോ. എന്നാലും നല്ല രസമുണ്ട്. ഈ സിനിമ കാണാൻ നമുക്ക് ഒരു ഗാർഡിയൻ ഓഫ് ഗാലക്സി അല്ലെങ്കിൽ സ്റ്റാർ വാർസ് ആ ടച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഹോളിവുഡിന് മാത്രമല്ല ഇന്ത്യക്കാർക്കും ഇങ്ങനത്തെ പടം ഇറക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഡയറക്ടർ. പിന്നീട് ഇതില് എന്ന് വെച്ചാൽ 600 കോടി സംതിങ്ങിന് എന്തോണ് ഈ പടം എടുത്ത്. ആ പൈസ ഫുള്ള് നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രൂപ വല്ല വേസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ആ രീതിക്കാണ് എടുത്തേക്കുന്നത്. ഒരു പ്രവാസിന്റെ ഒരു അനിമേറ്റഡ് മൂവി ഇറങ്ങിയത് അറിയാമല്ലോ അല്ലേ? അറിയാം, എല്ലാവർക്കും അറിയാം, മനസ്സിലായി കാണും. അതിന്റെ ഇതറിയാല്ല. അപ്പോഴ് എല്ലാരും ആ ഒരു മൂവി പോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് കുറെ പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ കൽക്കിയുടെ 7 അയലത്ത് പോലും ആ പടം വരൂല. ഏത് സിനിമ എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നീട് ഈ സിനിമ പ്രഭാസിന്റെ കംബാക്ക് എന്ന് ഈ സിനിമ ഞാൻ പറയും. കാരണം സലാർ എനിക്ക് വലിയ കംബാക്ക് ആയിട്ടൊന്നും തോന്നിയില്ല. അത് ദേവിക പദുക്കോണിന്റെ ക്യാരക്ടർ, അതൊക്കെ ഇതിലെ മെയിൻ ലീഡിങ് ക്യാരക്ടേഴ്സ് ആണ്. അതും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അന്നാ ബെന്നുണ്ട്. അന്നാ ബെന്നിന്റെ ഒക്കെ കുറച്ച് സീനുകളൊക്കെ ഉള്ളെങ്കിലും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ശോഭന ഉണ്ട്. അതും പറയാന്നുള്ള ഒരു ക്യാരക്ടറാണ്. അതും സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായി കാണും. സുപ്രീം, അതായത് കൽക്കി, അതായത് കാശി എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതായത് ഭൂമിയിലെ ലാസ്റ്റായിട്ട് അവശേഷിക്കുന്ന ഒരു സിറ്റിയാണ് കാശി. അപ്പം അവിടുത്തെ സുപ്രീമാണ്, മറ്റേ സോൾസ്ട്രോ സുപ്രീം എന്നൊക്കെ പറയാണ്ടൊക്കെ സുപ്രീമാണ് കമലഹാസൻ, അതായത് വില്ലൻ. കമലഹാസനും കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ എങ്കിൽ ആ കാണിക്കുന്ന സമയത്തൊക്കെ ഉള്ള സ്ക്രീൻ പ്രസൻസും ആ ഒരു മേക്ക് ഓവർ, എന്റെ VFXകാർക്ക് വലിയൊരു ഷൗട്ട് ഔട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഒരുപാട് ലോല VFX ഒക്കെ അവരാണ് ചെയ്തേക്കെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുടെ പേര് ഞാൻ അതിൽ കണ്ടുകേട്ടാ. ഏതെന്നും പറഞ്ഞ് ഞാൻ പറയും, എല്ലാരെയും പേര് പറയേണ്ടി വരുമെങ്കിൽ. VFXും മേക്കിങ്ങും ഒക്കെ വേറെ ലെവലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് മസ്റ്റ് വാച്ച് തന്നെ നമുക്ക് പറയാം. തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. ഇതിന്റെ ആർട്ട് വർക്ക് ചെയ്തിരുന്നവർക്ക് നമുക്ക് നല്ലൊരു ഷൗട്ട് ഔട്ട് കൊടുത്തേ പറ്റുള്ളൂ. ആ ബുജ്ജി വണ്ടിയൊക്കെ ഒറിജിനലായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഞങ്ങൾ അതിന്റെ ഇതൊക്കെ കണ്ടു കാണും. പിന്നീട് ഇതിൽ ഉണ്ടാക്കിയിരുന്ന ഓരോ സ്പേസ് ക്രാഫ്റ്റുകളും സ്പേസ് ഷിപ്പുകളും വണ്ടികളും എല്ലാം കിടിലൻ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. പിന്നീട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒരു ഗ്രാഫിക്സിന്റെ സംഭവത്തിന്, അതായത് ഫൈറ്റിന്റെ സമയത്തൊക്കെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമ്മളതൊന്നും വലുതായിട്ട് നോട്ടീസ് ചെയ്യൂല. ഈ സിനിമ അതിൽ മുഴുകിയിരിക്കുന്ന കാരണം നമ്മൾ അതൊന്നും വലുതായിട്ട് നോട്ടീസ് ചെയ്യാനൊന്നും പോകണില്ല. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ ഒരു ലിമിറ്റഡ് ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ഈ ലെവൽ ഓഫ് മേക്കിങ്ങിന് ഒരു പടം വന്നില്ലേ. ആ സിനിമയുടെ ക്വാളിറ്റി പറഞ്ഞേ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, ഹോളിവുഡ്, ഞാൻ ട്രെയിലറിന്റെ റിയാക്ഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹോളിവുഡ് പടം എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതേ കണക്കാണ് ഇത് തോന്നുന്നത്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇറക്കിയ ഹോളിവുഡ് പടം എന്നേ പറയുള്ളൂ. അങ്ങനത്തെ മേക്കിംഗ് ആണ് ഇതിൻ്റെത്.
ഇപ്പൊ പ്രവാസിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഫണ്ണി ടൈപ്പ് സംഭവം ഒരു ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ ബൗണ്ടി ഹണ്ടർ ആണ്, അത് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാവും ബൗണ്ടി ഹണ്ടർ ഇതാണെന്ന് മിക്കവർക്ക് അറിയായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നീട് മഹാഭാരതത്തിലെ എപ്പിക് ആയിട്ടുള്ള കുറെ എന്താ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിൽ വന്നു പോകുന്നുണ്ട് കേട്ടോ. അതും വല്ലാത്തൊരു ഗൂസ് ബംസ് ഒക്കെയാണ് അത് കാണുമ്പോൾ. മ്യൂസിക് സന്തോഷ് നാരായണാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് കൊള്ളാം, സിനിമയ്ക്ക് അനുസരിച്ച് തന്നെ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇതില് ഫൈറ്റുകളൊക്കെ സൂപ്പർ സംഭവമുണ്ട്. എനിക്കിത് കണ്ടിട്ട് ആ മഹാഭാരതത്തിന്റെ സംഭവം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു മഹാഭാരതത്തിന്റെ സെപ്പറേറ്റ് മൂവി ഇവർക്ക് കിടിലായിട്ട് ചെയ്യാം. പിന്നെ അമിതാഭ് ബച്ചന്റെ ഡി ഏജിങ് ഉണ്ടായിരുന്നു, അത് കുറച്ച് യങ് ആയിട്ട് കാണിക്കുക, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഡി ഏജിങ് ചെയ്തത് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല യങ് അമിതാഭ് ബച്ചനെ കാണാൻ പറ്റി. ആ എന്ന് വെച്ചാൽ പിന്നീട് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതില് ക്യാമിയോസ് ഉണ്ട്, കുറച്ച് ക്യാമിയോസ് ഉണ്ട്, അത് കിടിലാണ്. ഞാൻ ഈ പ്രഭാസിന്റെ ഇൻട്രോ ആയാലും അമിതാഭ് ബച്ചന്റെ ഇൻട്രോ ആയാലും ബാക്കി ക്യാമിയോസിന്റെ ഇൻട്രോ ആയാലും ഞാൻ അവിടെ കിടന്ന് വിളിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ഈ സിനിമ ഞാൻ. പിന്നീട് കമലഹാസന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ മിക്കവാറും സെക്കൻഡ്, അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണും. സെക്കൻഡ് പാർട്ടിലായിരിക്കും കമലഹാസൻ അഴിഞ്ഞാടാൻ പോകുന്നത് സെക്കൻഡ് ഇതില്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് നിർത്തിയേക്കുന്നത് ഒരു സൂപ്പർ സംഭവത്തിലാണ്. ഒരു ക്യൂരിയോസിറ്റി അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇട്ടിട്ടാണ് ഇതിന്റെ ആ ഒരു ഇത് സിനിമ എൻഡ് ചെയ്തേക്കുന്നത്. അതായത് ഇനി അടുത്ത പാർട്ടിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഇത്, അതായത് ഞാൻ കൂടുതൽ പറഞ്ഞ ഭയങ്കര സ്പോയിലർ ആയിപ്പോ. അതാണ് ഇത് സത്യം പറഞ്ഞാൽ ആ കുറെ സംഭവങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്, പിന്നെ എല്ലാം കൂടെ പറഞ്ഞ അത് ഭയങ്കര സ്പോയിലർ ആയിപ്പോ. അവസാനം സ്പോയിലർ എന്നും പറഞ്ഞ് എല്ലാവരും കമന്റ് ഇടുപ്പിക്കാറ്. നെഗറ്റീവ് എന്ന് പറയാൻ എന്തോന്നു, ഭയങ്കര ഇങ്ങനെ ഒന്നും എനിക്ക് ഭയങ്കര നോട്ടീസബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നീട് ഇതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എല്ലാത്തിന്റെ എല്ലാവരും പേരുകളൊന്നും എനിക്ക് അറിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. ആസ് ആൻ ഇന്ത്യൻ ഹിസ്റ്റോറിക്കായിട്ടുള്ള മഹാഭാരതത്തിന്റെ ഇതൊക്കെ സംഭവം ഇതിൽ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു ഗൂസ് ബംസ് ആയിരുന്നു. എനിക്ക് സിനിമയുടെ ആ തുടക്കം കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. അത് ഞാൻ ചുമ്മാ പറഞ്ഞില്ല, സത്യം പറഞ്ഞ ആ തുടക്കം കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി രോമാഞ്ചം പോലെയൊക്കെ വന്നു കേട്ടോ. തുടക്കം മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴേ കുറെ സംഭവങ്ങൾ എനിക്ക് നല്ല ഗൂസ് ബംസ് ഒക്കെ ഫീൽ ചെയ്ത കുറെ സംഭവങ്ങളുണ്ട് കേട്ടാ. വേണമെങ്കിൽ നമുക്ക് ഈ പടം 2024 തന്നെ ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സിനിമകളൊക്കെ വരാനുണ്ട്, എന്നാലും ഇതിന്റെ ആ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ്. അപ്പൊ ഇതിൽ കുറെ സീനുകളൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ഇരുന്നു പോയി ഞാൻ. പോകുമ്പോ എന്തോന്നടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ സീനുകളൊക്കെ ഇരുന്നു പോയി ഇതില്. സോ ഫ്രണ്ട്സ്, ഇതാണ് കൽക്കിയെ പറ്റിയിട്ടുള്ള എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. ഇനി കാണാൻ പോകുന്നവരുണ്ടെങ്കിലും കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് അപ്പൊ അത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. DK സൈനിങ് ഔട്ട്.